ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഒരു 2 ദിവസത്തെ വീഡിയോ ആണ്, ഒന്നിച്ച് ചേർത്തേക്കുന്നതാണ്. അന്ന് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം റെഡി ആയിരുന്നു. നമ്മളെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, മീൻ പറ്റിച്ചതുണ്ടായിരുന്നു, മീൻ കറി തേങ്ങാക്കറി വെച്ചത്, പിന്നീട് വെണ്ടയ്ക്ക തോരനായിരുന്നു. അന്ന് കാപ്പിക്കായിട്ട് സാമ്പാറും ചമ്മന്തിയും ദോശയും ഇത് ഇത്രയായിരുന്നു അന്ന് കാപ്പിക്ക് എടുത്തിരുന്നത്. ചോറ്റിന് പിന്നെ ഇത്രയും കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും എടുത്തില്ല, എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ്. പിന്നീട് നമ്മൾ അവർക്കുള്ള ചായ അപ്പോഴത്തേക്ക് പിള്ളേർ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചായയും ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നീട് പൊതിയുന്ന പേപ്പർ തീർന്നായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ഇഡലി ഉണ്ടാക്കുന്ന നമ്മളെ ചെമ്പുണ്ടല്ലോ, ഇഡലി കുട്ടോ, അപ്പോൾ അതിനകത്തോട്ടാണ് ചോറാക്കിയത്. എന്നിട്ട് സെപ്പറേറ്റ് പാത്രങ്ങളിൽ കറിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അമ്മ പ്ലേറ്റ് മേടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അമ്മ വിളമ്പി കൊടുത്താൽ മതി ആവശ്യാനുസരണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ കറിയും എടുത്ത് അതിനുള്ള കരണ്ടിയും ചോറ് വിളമ്പാനുള്ള കരണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം പോയത്. അങ്ങനെ അവർ കാപ്പിയൊക്കെ കുടിച്ച് ചോറൊക്കെ പാക്ക് ചെയ്ത് ചേട്ടനും അമ്മയും പിള്ളേരും എല്ലാവരും പോയി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയൊന്ന് വൃത്തിയാക്കണം, എല്ലാം നാശമായിട്ട് കിടക്കുകയാണ്. പാത്രമൊക്കെ പതിവ് പോലെ തന്നെ ഒഴിഞ്ഞെടുത്ത് അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള പണികളേ ഉള്ളൂ. എല്ലാം വൃത്തിയാക്കി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും അതിൽ ഉണ്ടല്ലോ, മിച്ചം കാണും. തലേന്ത് ചോറൊക്കെ രാത്രി നമ്മൾ വെക്കുന്ന ചോറൊക്കെ എന്തെങ്കിലും ബാക്കിയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോകും, പിന്നെ വൈകുന്നേരം വെച്ചാൽ മതി. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നീട് ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അകമൊക്കെ തൂത്ത് വാരി, തുടച്ചില്ലായിരുന്നു തോന്നുന്നു, തൂത്ത് വാരി എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ തൂത്തരിട്ട് പിന്നെ മോള് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ അഴുക്കൊന്നും ആകത്തില്ല. അല്ലെങ്കിലും അവളുണ്ടെങ്കിലും അങ്ങനെ അഴുക്കൊന്നും ആക്കത്തില്ല. പിന്നെ സുന്ദരിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. അപ്പം അവർക്കെല്ലാം വെള്ളം കൊടുത്ത് ചിലതിൽ മൊട്ട് വീണ്ടും വരുന്നു, വെട്ടി വിടുമല്ലോ. ഇങ്ങനെ കുറച്ചാകുമ്പോഴേ വെട്ടി നിർത്തും ഞാൻ, അങ്ങനെ അധികം ഉയരം വെക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് ഈ വെട്ടുന്നതനുസരിച്ച് ശിഖരങ്ങൾ വരികയും ചെയ്യും, പൂക്കളും മൊട്ടുകളും ഒക്കെ ധാരാളമായിട്ട് നല്ലോണം പിടിക്കുന്നുണ്ട്. ചെടിച്ചട്ടി നിൽക്കുവാണെങ്കിലും അത് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. എൻ്റെ നോട്ടക്കുറവാണ് ചെടി ചീത്തയായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെ തക്കാളിയും ഒക്കെ റെഡിയായി നിൽപ്പുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ തക്കാളി അധികം പഴുത്തിട്ടില്ല, പഴുക്കാൻ 1-2 കൂടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വിളവെടുക്കുന്ന ഒരു ഇതും കൂടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അന്ന് വൈകുന്നേരത്തേക്ക് പിന്നെ ഞാൻ ഇഞ്ചിക്കറി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇഞ്ചിക്കറിക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷേ അന്ന് വൈകുന്നേരം അവർ ചോറ് എടുത്തില്ലായിരുന്നു, പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. പിന്നെ ഇത് പിറ്റേ ദിവസം ഉള്ളതാണ്. അന്നും കുക്കിങ്ങിൻ്റെ ഒന്നും എടുത്തില്ല. അന്ന് ചോറ് ഇത് ചൂരയായിരുന്നു. അമ്മ വൈകിട്ട് രാത്രി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ചൂര വറുത്തത്. പിന്നെ ബീൻസ് വെള്ളത്തോരൻ വെച്ച് അത്, പിന്നെ മുളക് ചമ്മന്തി തലേന്നത്തെ ഉണ്ടായിരുന്നു. അത് ഇരുന്നാൽ ചീത്തയാകത്തില്ല, കുറേ ദിവസം ഇരിക്കും. അപ്പം ഇതൊക്കെയായിരുന്നു കറി ഉണ്ടായിരുന്നത്. ചോറും മുളക് ചമ്മന്തിയും കൂടെ ഒരു ചോറ് കൊണ്ടുവന്ന പാത്രത്തിലാക്കി, പിന്നെ തോരനും മീൻ വറുത്തയും കൂടെ ഒരെണ്ണത്തിലാക്കി. ഇത് നമ്മുടെ തലേന്ന് വൈകിട്ട് വെച്ച ഇഞ്ചിക്കറി. പിന്നീട് മുളകിട്ട് വെച്ച ചൂരക്കറി. ഇഞ്ചിക്കറിക്ക് ഇഞ്ചി ഇച്ചിരി വിളവ് കുറവുള്ളതായിരുന്നു, അതുകൊണ്ട് അത് അരയ്ക്കും തോറും ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. നല്ലോണം മൂപ്പിച്ചൊക്കെ എടുത്ത്, പക്ഷേ കറിയില്ല, തേങ്ങ അരച്ചെന്നൊക്കെ ആയിപ്പോയി. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മൂപ്പ് കുറവിൻ്റെയാണ്, പിഞ്ചിഞ്ചിയായിരുന്നു. എന്നാലും കറിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ആയിട്ട് അവരെല്ലാവരും പോയി. പിന്നെ നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം പോയി വീട് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്കാണ് നമുക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ചെയ്ത് വെക്കും. കാരണം തലേന്നേ ഞാൻ ക്രം കോട്ടും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെക്കും. എന്നാണ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അന്നാണ് ബാക്കി രാവിലെ എണീറ്റിട്ട് ബാക്കി ക്രീമൊക്കെ വെച്ചിട്ട് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഓവനിലൊന്നുമല്ല, ഗ്യാസിൻ്റെ അതിൽ വെച്ച് പാത്രം വെച്ചിട്ട് അതിലാണ് ആവി കയറ്റിയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുവരെ ടേസ്റ്റിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. നമ്മൾ കസ്റ്റമർക്ക് അത് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നതും. പിന്നെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ജോലി അന്ന് സൈറ്റിൽ
അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിച്ചിയതാണ്. നമ്മളെ തോരൻ വെക്കുന്ന ഇല, കറ്റാർ വാഴയുടെ 2 തൈ, നമുക്കിവിടെ കറ്റാർ വാഴ ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ 2 തൈ, പിന്നെ ഞങ്ങൾക്ക് തലയിൽ തേക്കാൻ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെ. ഇവിടെ അതൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മളല്ലേ വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരണം. പിന്നെ കറിവേപ്പില തലയിൽ തേക്കാനുള്ളതല്ല, അത് നാടൻ കറിവേപ്പില കറിക്കിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ്ട് ഇത് അതും കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അന്ന് പണിയെല്ലാം തീർന്നായിരുന്നു സൈറ്റിൽ. അപ്പോൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ടാണ് അമ്മയും ചേട്ടനും പിള്ളേരും ഒക്കെ പോയത്. അപ്പം നമ്മളെ തക്കാളി അന്നത്തെ ദിവസമാണ് വിളവെടുത്തത്. ഇത് 1 2 ഉള്ളൂ കറിക്ക്, 1 ഒരു രസത്തിനോ എന്തോത്തിനോ ഇട്ട്, ബാക്കിയെല്ലാം പച്ചയ്ക്ക് കഴിക്കുകയാണ് ചെയ്തത്. കാരണം തൊടുന്ന ഉടനെ ഇങ്ങ് വരുന്നുണ്ടായിരുന്നു. അത് ഓരോരുത്തരായിട്ട് എല്ലാവരും പറിച്ചു അതിൽ നിന്ന്. മോള്, ചേട്ടൻ, ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാവരും ഓരോന്ന് വിധിച്ച് പറിച്ചു. എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അതും മോള് എടുത്തോന്ന് പറഞ്ഞു. കാരണം അവൾക്കിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അവൾക്കൊരു അത്ഭുതം. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ബായ്.